ഇസ്രായേൽ ജനം കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്തതുകൊണ്ട് എത്ര വർഷത്തേക്കാണ് ഫിലിസ്ത്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടത്? 30, 40, 50, 60? ഉത്തരം 40. സാംസന്റെ പിതാവിൻ്റെ പേരെന്ത്? ദാൻ, മനോവ, സോറ, ഫിലിസ്ത്യൻ? ഉത്തരം മനോവ. സാംസന്റെ പിതാവ് ഏത് ഗോത്രക്കാരനായിരുന്നു? ജൂദ, ലേവി, ദാൻ, ബെന്യാമിൻ? ഉത്തരം ദാൻ. സാംസന്റെ ജനനത്തെക്കുറിച്ച് മനോവയുടെ ഭാര്യയോട് ആദ്യമായി അറിയിച്ചത് ആര്? മനോവ, പ്രവാചകൻ, കർത്താവിൻ്റെ ദൂതൻ, ഒരു സുഹൃത്ത്? ഉത്തരം കർത്താവിൻ്റെ ദൂതൻ. സാംസന്റെ അമ്മ ശ്രദ്ധിക്കേണ്ടിയിരുന്ന ഒരു പ്രധാന കാര്യം എന്തായിരുന്നു? വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്, മാംസം ഭക്ഷിക്കരുത്, എല്ലായ്പ്പോഴും പ്രാർത്ഥിക്കണം, ക്ഷേത്രത്തിൽ പോകണം? ഉത്തരം വീഞ്ഞോ വീര്യമുള്ള പാനീയങ്ങളോ കുടിക്കരുത്. സാംസന്റെ തലയിൽ എന്ത് തൊടരുതായിരുന്നു? കത്തി, ക്ഷൗരക്കത്തി, ആയുധം, കൈ? ഉത്തരം ക്ഷൗരക്കത്തി. സാംസന്റെ ജനനം മുതൽ എന്തായിരിക്കണം എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത്? രാജാവ്, പ്രവാചകൻ, നാസീർ വ്രതക്കാരൻ, പുരോഹിതൻ? ഉത്തരം നാസീർ വ്രതക്കാരൻ. ഇസ്രായേലിനെ ആരുടെ കയ്യിൽ നിന്നും വിടുവിക്കാൻ സാംസൺ ആരംഭിക്കും? ഈജിപ്തുകാരുടെ, അമ്മോന്യരുടെ, ഫിലിസ്ത്യരുടെ, മൊവാബര്യരുടെ? ഉത്തരം ഫിലിസ്ത്യരുടെ. ദേവദൂതൻ്റെ മുഖത്തെക്കുറിച്ച് മനോവയുടെ ഭാര്യ ഭർത്താവിനോട് എങ്ങനെയാണ് പറഞ്ഞത്? സൗന്ദര്യമുള്ളത്, സന്തോഷം നൽകുന്നത്, പേടിപ്പെടുത്തുന്നത്, സമാധാനമുള്ളത്? ഉത്തരം പേടിപ്പെടുത്തുന്നത്. മനോവയുടെ പ്രാർത്ഥന കേട്ട് കർത്താവിൻ്റെ ദൂതൻ വീണ്ടും ആരുടെ അടുത്താണ് വന്നത്? മനോവയുടെ ഭാര്യയുടെ, ഇരുവരുടെയും, ആരുടെയും അടുത്തല്ല? ഉത്തരം മനോവയുടെ ഭാര്യയുടെ. കർത്താവിൻ്റെ ദൂതൻ തൻ്റെ പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ചത് എന്തുകൊണ്ട്? പേര് രഹസ്യമായിരുന്നതുകൊണ്ട്, പേര് അത്ഭുതകരമായിരുന്നതുകൊണ്ട്, പേര് സാധാരണമായതുകൊണ്ട്, പേര് പറയാൻ അനുവാദമില്ലാത്തതുകൊണ്ട്? ഉത്തരം പേര് അത്ഭുതകരമായിരുന്നതുകൊണ്ട്. മനോവയും ഭാര്യയും നോക്കി നിൽക്കെ കർത്താവിൻ്റെ ദൂതൻ എങ്ങനെയാണ് ഉയർന്നു പോയത്? ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ, കാറ്റിലൂടെ, ആകാശത്തിലൂടെ, അപ്രത്യക്ഷനായി? ഉത്തരം ബലിപീഠത്തിലെ അഗ്നിജ്വാലയിലൂടെ. കർത്താവിൻ്റെ ദൂതൻ പോയപ്പോൾ മനോവയും ഭാര്യയും എന്തു ചെയ്തു? നിലത്തു കമിഴ്ന്നു വീണു, ഭയപ്പെട്ടോടി, സന്തോഷിച്ചു, അത്ഭുതപ്പെട്ടു? ഉത്തരം നിലത്തു കമിഴ്ന്നു വീണു. ദൈവത്തെ കണ്ടതുകൊണ്ട് മരിക്കുമെന്ന് മനോവ ഭാര്യയോട് പറഞ്ഞപ്പോൾ അവൾ എങ്ങനെയാണ് പ്രതികരിച്ചത്? അവൾ ഭയപ്പെട്ടു, അവൾ കരഞ്ഞു, അവൾ ഭർത്താവിനെ ആശ്വസിപ്പിച്ചു, അവൾ നിശബ്ദയായിരുന്നു? ഉത്തരം അവൾ ഭർത്താവിനെ ആശ്വസിപ്പിച്ചു.
മനോവയുടെ ഭാര്യയ്ക്ക് ജനിച്ച പുത്രൻ്റെ പേരെന്താണ്? ഷിബ്ബോരത്ത്, ഏലോൻ, സാംസൺ, ഇബ്സാൻ. ഉത്തരം സാംസൺ. കുട്ടി വളർന്നപ്പോൾ കർത്താവ് അവനെ എന്തു ചെയ്തു? അനുഗ്രഹിച്ചു, ശക്തിപ്പെടുത്തി, പരിപാലിച്ചു, ശിക്ഷിച്ചു. ഉത്തരം അനുഗ്രഹിച്ചു. കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ പ്രവർത്തിച്ചു തുടങ്ങിയത് എവിടെ വച്ച്? ബത്ലഹേമിൽ, ഗിലെയാദിൽ, മഹനേദാനിൽ, സോറായിൽ. ഉത്തരം മഹനേദാനിൽ. മഹനേദാൻ ഏതൊക്കെ സ്ഥലങ്ങൾക്കിടയിലാണ്? സോറായിക്കും ഗിലെയാദിനും, സോറായിക്കും എസ്താവോലിനും ബത്ലഹേമിനും, ഗിലെയാദിനും ബത്ലഹേമിനും. ഉത്തരം സോറായിക്കും എസ്താവോലിനും. കർത്താവിൻ്റെ ദൂതൻ അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നീ വന്ധ്യയാണ്, നിനക്ക് മക്കളില്ല, നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ഈ വാക്യം ഏത് പുസ്തകം, അധ്യായം, വാക്യം? ന്യായാധിപന്മാർ 13:2, ന്യായാധിപന്മാർ 13:3, ന്യായാധിപന്മാർ 13:4, ന്യായാധിപന്മാർ 13:5. ഉത്തരം ന്യായാധിപന്മാർ 13:3. ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം. ഈ വാക്യം ഏത് പുസ്തകം, അധ്യായം, വാക്യം? ന്യായാധിപന്മാർ 13:13, ന്യായാധിപന്മാർ 13:14, ന്യായാധിപന്മാർ 13:15, ന്യായാധിപന്മാർ 13:16. ഉത്തരം ന്യായാധിപന്മാർ 13:14. അവളൊരു പുത്രനെ പ്രസവിച്ചു, സാംസൺ എന്ന് അവന് പേരിട്ടു. കുട്ടി വളർന്നു, കർത്താവ് അവനെ അനുഗ്രഹിച്ചു. ഈ വാക്യം ഏത് പുസ്തകം, അധ്യായം, വാക്യം? ന്യായാധിപന്മാർ 13:23, ന്യായാധിപന്മാർ 13:24, ന്യായാധിപന്മാർ 13:25, ന്യായാധിപന്മാർ 13:22. ഉത്തരം ന്യായാധിപന്മാർ 13:24. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ്റെ തലയിൽ ശൗരക്കത്തി തൊടരുത്, അവൻ ജനനം മുതൽ ദൈവത്തിനു നാസീർ വ്രതക്കാരനായിരിക്കും എന്ന് ആരോട് പറഞ്ഞു? മനോവ ഭാര്യയോട്. കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട്. കർത്താവിൻ്റെ ദൂതൻ മനോവയോട്. മനോവയുടെ ഭാര്യ മനോവയോട്. ഉത്തരം കർത്താവിൻ്റെ ദൂതൻ മനോവയുടെ ഭാര്യയോട്. കർത്താവെ, അങ്ങ് അയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കാൻ ഇടയാക്കണമേ എന്ന് ആരോട് പറഞ്ഞു? മനോവ ഭാര്യയോട്. മനോവ കർത്താവിനോട്. ഭാര്യ മനോവയോട്. ദൂതൻ മനോവയോട്. ഉത്തരം മനോവ കർത്താവിനോട്. ദൈവത്തെ കണ്ടതുകൊണ്ട് നാം തീർച്ചയായും മരിക്കും. ഈ വാക്യം ഭാര്യ മനോവയോട്. മനോവ ഭാര്യയോട്. ദൂതൻ മനോവയോട്. ദൂതൻ ഭാര്യയോട്. ഉത്തരം മനോവ ഭാര്യയോട്. സാംസന്റെ ജനനത്തിൽ നാസീർ വ്രതത്തിനുള്ള പ്രാധാന്യം എന്തായിരുന്നു? ഉത്തരം സാംസന്റെ ജനനം മുതൽ ഒരു നാസീർ വ്രതക്കാരനായിരിക്കണമെന്നും അവൻ്റെ തലയിൽ ശൗരക്കത്തിയെ തൊടരുതെന്നും കർത്താവിൻ്റെ ദൂതൻ അറിയിച്ചു. ഈ വ്രതം അവന് ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ശക്തിയും ഫിലിസ്ത്യരുടെ കയ്യിൽ നിന്നും ഇസ്രായേലിനെ വിടുവിക്കുവാനുള്ള അവൻ്റെ ദൗത്യവും തമ്മിൽ അഭേദ്യമായി ബന്ധിച്ചിരുന്നു. ഈ വ്രതം ലംഘിക്കുന്നത് അവൻ്റെ ശക്തി നഷ്ടപ്പെടുന്നതിന് കാരണമാകുമായിരുന്നു.